തിരക്കിലാണെന്ന് ഒരാൾ പറഞ്ഞാൽ പിന്നെ അവരെ ശല്യപ്പെടുത്തരുത്. തിരക്ക് കഴിഞ്ഞ് അവർ തിരിച്ചു വരും. അഥവാ വന്നില്ലെങ്കിൽ അങ്ങോട്ട് വീണ്ടും തിരക്കി പോകരുത്. അവർ നിങ്ങളെ ഒഴിവാക്കിയതാണ്. ലോകത്തിലെ ഏറ്റവും മികച്ചതും മനോഹരവുമായ കാര്യങ്ങൾ കാണാനോ സ്പർശിക്കാനോ കഴിയില്ല. അവ ഹൃദയം കൊണ്ട് തന്നെ അനുഭവിക്കണം. പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് നടക്കുന്ന സ്ഥിരോത്സാഹത്തോടുള്ള ചുവടുവയ്പ്പാണ് വിജയം. ആത്മവിശ്വാസമില്ലാതെ വിജയത്തിൻ്റെ ദിശയിലേക്ക് ഒരു പടിയും നീങ്ങാൻ കഴിയില്ല. വാക്കുകൾ സ്വതന്ത്രമാണ്. നിങ്ങൾ അവ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യമുള്ളത്. സ്വപ്നങ്ങൾക്കപ്പുറം ഒരു ലോകം ഉണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ഒരു സഞ്ചാരിയുടെ തുടക്കം. ഞാൻ കരഞ്ഞാൽ എനിക്ക് മാത്രമേ നോവൂ എന്ന് തിരിച്ചറിയുന്നിടത്ത് നമ്മൾ കരച്ചിൽ നിർത്തും. നിങ്ങളുടെ കണ്ണുനീരിൻ്റെ വില അറിയാത്തവർക്ക് വേണ്ടി ഒരിക്കലും നിങ്ങൾ കരഞ്ഞു പോകരുത്. നിങ്ങൾ നിരന്തരം മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നും ദുഃഖത്തിലായിരിക്കും. നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങളായി തന്നെ ജീവിക്കുക. ലോകത്തിൻ്റെ മുഴുവൻ സ്നേഹവും കടന്നു വരാൻ ഒന്നു മാത്രം മതി: ആരെ പറ്റിയും മോശമായി പറയാതിരിക്കുക. ഉയർച്ചകൾ മാത്രമല്ല, വീഴ്ചകളും ആസ്വദിക്കണം, കൊഴിഞ്ഞു വീഴുന്ന ഇലകളെപ്പോലെ. ജീവിതം അടങ്ങിയിരിക്കുന്നത് നല്ല ചീട്ടുകൾ പിടിച്ചിരിക്കുന്നത് കൊണ്ടല്ല, നിങ്ങൾ പിടിച്ചിരിക്കുന്നവ കൊണ്ട് ഏറ്റവും നന്നായി കളിക്കുന്നതിലാണ്. നല്ല വാക്ക് പറയാൻ സാധിക്കുമ്പോൾ അത് ചെയ്യാതെ മോശമായ വർത്തമാനം പറയുന്നത് മധുരപ്പഴം നിൽക്കുമ്പോൾ പച്ചപ്പഴം ഭക്ഷിക്കുന്നത് പോലെയാണ്. എല്ലാം തുറന്നു പറയാൻ ഒരു സുഹൃത്തുണ്ടെങ്കിൽ അത് പ്രണയത്തേക്കാൾ വളരെ സുന്ദരമാണ്. വരുന്നത് വരട്ടെ, അപ്പോൾ നോക്കാം. അല്ലാതെ അടുത്തത് എന്തെന്നോർത്ത് എപ്പോഴും ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങിയാൽ അതിനെ നേരം കാണും. നമ്മളെ വിമർശിച്ചവരെ കൊണ്ട് കൈയടിപ്പിക്കുന്നതാണ് യഥാർത്ഥ മറുപടി. ആ കൈയടിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് താങ്ക് യു എന്ന് പറയുന്നതാണ് യഥാർത്ഥ മെച്യൂരിറ്റി. നിങ്ങൾ തനിച്ചാകുമ്പോൾ നിങ്ങളുടെ ചിന്തകളെ സൂക്ഷിക്കുക. നിങ്ങൾ ആൾക്കൂട്ടത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ സൂക്ഷിക്കുക. മറ്റൊരാൾക്ക് ലഭിച്ചു എന്ന് അസൂയപ്പെടാത്ത ഒരേ ഒരു സംഭവം മരണം മാത്രമാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതം ഉണ്ടോ എന്നതല്ല യഥാർത്ഥ ചോദ്യം. മരിക്കുന്നതിന് മുമ്പ് നാം ജീവിച്ചിരുന്നോ എന്നതാണ്. നമ്മുടെ ഒരു ആഗ്രഹം നമ്മൾ നേടുന്നത് വരെ ആ ആഗ്രഹം നമ്മളെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ടേയിരിക്കും. ഒരാളോടുള്ള വിശ്വാസം എന്ന് വെച്ചാൽ സ്നേഹമല്ല, മറിച്ച് അവർക്ക് നമ്മൾ കൽപ്പിക്കുന്ന വിലയാണ്. അത് പാർട്ട്ണറായാലും ഫ്രണ്ടായാലും. ദേഷ്യം വരുമ്പോൾ ശബ്ദമുയർത്തി സംസാരിക്കാൻ ശക്തിയുടെ ആവശ്യമില്ല. എന്നാൽ ദേഷ്യം വരുമ്പോൾ മിണ്ടാതിരിക്കാൻ നല്ല ശക്തി തന്നെ വേണം. നല്ല ദിവസവും ചീത്ത ദിവസവും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം നിങ്ങളുടെ മനോഭാവം മാത്രമാണ്. പണ്ട് നിങ്ങൾ ഏതുതരം കർമ്മം സംഭരിച്ചിട്ടുണ്ടെങ്കിലും ഈ നിമിഷത്തിലെ കർമ്മം എപ്പോഴും നിങ്ങളുടെ കൈകളിലാണ്. നാം എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും, എത്ര നല്ല കാര്യങ്ങൾ പറഞ്ഞാലും, എത്ര സത്യസന്ധത കാണിച്ചാലും ലോകം നമ്മുടെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ കാത്തിരിക്കുകയാണ്.